Hello students. എല്ലാ കുട്ടികളും വിചാരിക്കുന്നുണ്ടാവും എല്ലാ ദിവസവും രാവിലെ ഹലോ സ്റ്റുഡൻസ് വീണ്ടും വരുന്നു അല്ലേ? വേറെ മാർഗ്ഗമില്ല, അതുകൊണ്ടാണ്. നമ്മൾക്ക് വേറെ ഒരു സൊല്യൂഷൻ ഇല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ബാർ മാഗ്നറ്റിന്റെ ഫീൽഡ് അലോങ് ആക്സിസ്, ഇക്വറ്റോറിയൽ ലൈൻ, ടോർക്ക്, പൊട്ടൻഷ്യൽ എനർജി, കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ അതുമായി ബേസ് ചെയ്ത് രണ്ട് പ്രോബ്ലംസ് ചെയ്യും. നമ്മൾ പഠിപ്പിച്ച കൺസെപ്റ്റുമായി ബേസ് ചെയ്തുള്ള രണ്ട് പ്രോബ്ലംസ് ചെയ്യും. ഇത് വളരെ സിമ്പിൾ ആണ്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇക്വറ്റോറിയൽ ആൻഡ് ആക്സിയൽ ഫീൽഡ് ഡ്യൂ ടു എ ബാർ മാഗ്നറ്റ്? ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഒരു ബാർ മാഗ്നറ്റ് ആക്സിസിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് ബാർ മാഗ്നറ്റ്, അത് നമുക്ക് ഇക്വറ്റോറിയൽ ലൈൻ കാണാം. ഈ പോയിന്റിലെ ഫീൽഡ് എത്രയായിരിക്കും? B is equal to μ0/4π into m divided by r cube. എല്ലാം തന്നിട്ടുണ്ട്. μ0/4π യുടെ വാല്യൂ 10⁻⁻⁷, m തന്നിട്ടുണ്ട് 0.4 r cube എന്ന് പറയുമ്പോൾ r ന്റെ വാല്യൂ 50. അപ്പോൾ 50 into 10⁻⁻2 all cube. ഇവിടേക്കുള്ള കാര്യം ഒരു 50 തന്നിട്ടുണ്ട് സെന്റിമീറ്റർ. ഇത് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും 3.2 into 10⁻⁻⁷ ടെസ്ല. ഇതാണ് ബാർ മാഗ്നറ്റ് എവിടെ ഉണ്ടാക്കിയ ഫീൽഡ്, ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാക്കിയ ഫീൽഡ്. ഓക്കെ, ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? ഇതേപോലെ തന്നെ നിങ്ങളോട് ആക്സിയൽ ലൈനിലെ ഫീൽഡ് ചോദിച്ചിട്ടുണ്ട്. ആക്സിയൽ ലൈനിലെ ഫീൽഡ് കാണാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 3.2 ആണ് ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡ് എങ്കിൽ ആക്സിസിലെ ഫീൽഡ് എന്തായിരിക്കും? അതിന് ഡബിൾ ആയിരിക്കില്ലേ അല്ലേ? കാരണം നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫീൽഡ് അറ്റ് tan A പൊസിഷൻ ഈസ് ഡബിൾ ദാൻ ദാറ്റ് ഓഫ് ഫീൽഡ് അറ്റ് tan B പൊസിഷൻ. ഈ പോയിന്റിലെ ഫീൽഡുമായി കമ്പയർ ചെയ്യുമ്പോൾ അതേ ഡിസ്റ്റൻസ് എടുത്താൽ ഈ പോയിന്റിലെ ഫീൽഡ് ഡബിൾ ഫീൽഡ് ആണ്. അത്രേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ചെയ്യും. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. കുട്ടികളെ, ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പഠിച്ച പൊട്ടൻഷ്യൽ എന്നതിന്റെ കൺസെപ്റ്റ് ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി NCERTയുടെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ശരിക്കും വായിച്ചു നോക്കൂ, കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കണേ. ഫിഗർ ഷോ സ്മോൾ മാഗ്നറ്റൈസ്ഡ് നീഡിൽ P പ്ലേസ്ഡ് അറ്റ് O. NCERT ബുക്കിലുള്ള ഫിഗർ ആണ്. ഈ സെന്ററിൽ നമ്മൾ ആരെ വെച്ചിട്ടുണ്ട്? ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. സെന്ററിൽ ഒരു മാഗ്നറ്റിക് നീഡിൽ ഉണ്ട്. നിങ്ങൾ ആസ്യം ചെയ്തോ, മാഗ്നറ്റിക് നീഡിൽ അല്ല, ഒരു മാഗ്നറ്റ് തന്നെ വിചാരിച്ചോളൂ. മാഗ്നറ്റ് അവന്റെ സൗത്ത് പോൾ ഇവിടെയും നോർത്ത് പോൾ ഇവിടെ ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ അതിന്റെ ആരോ മാർക്ക് മുകളിലോട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോ ആ സർക്കിളിന്റെ സെന്ററിൽ നമ്മൾ ആരെ വെച്ചിരിക്കുന്നു? ഒരു മാഗ്നറ്റ് വെച്ചു. The arrow shows the direction of the magnetic moment. ശരിയാണ്, സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ് മാഗ്നറ്റിക് മൊമെന്റ്. The other arrows, വീണ്ടും arrows ഉണ്ട് കണ്ടോ? നിങ്ങൾ നോക്കൂ, ദാ ഇവിടെ Q1, Q2, Q3, Q4, Q5, Q6 അങ്ങനെ 6 arrows ഉണ്ട്. Shows different positions and the orientation of magnetic moment of another identical magnetized needle Q. അപ്പോൾ P എന്ന് പറഞ്ഞാൽ സെന്ററിൽ ഇരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ, ബാക്കിയുള്ളതെല്ലാം മാഗ്നറ്റിക് നീഡിൽ വേറെ വേറെ പൊസിഷനിൽ നമ്മൾ ആരംഭിച്ചിട്ട് മാഗ്നറ്റിക് നീഡിൽസ് വെച്ചിട്ടുണ്ട്. ഈ എന്താ ക്വസ്റ്റ്യൻ? In which the configuration system is not in equilibrium, in which configuration the system is in stable equilibrium, unstable equilibrium, which configuration corresponding to lowest potential energy among all the configurations shown. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ Q1, Q2, Q3, Q4, Q5, Q6 ഇതിൽ ആരാണ് നോട്ട് ഇൻ ഇക്വിലിബ്രിയം? ഇതിൽ ആരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം? ഇതിൽ ആരൊക്കെയാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ തന്നെ മോർ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആരാ? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ. ഞാൻ ആ ഫിഗർ ഒന്ന് എൻലാർജ് ചെയ്യാം കേട്ടോ. യെസ്, ഈ ഫിഗറിൽ സെന്ററിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്, പിന്നെ ഐഡന്റിക്കൽ ആയിട്ട് വേറെ 6 മാഗ്നറ്റുകൾ വേറെ ഉണ്ട്. നമുക്ക് അതിലെ സെന്ററിലെ മാഗ്നറ്റിലോട്ട് വരാം. സെന്ററിലെ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ എന്താ, അയാളുടെ സൗത്ത് പോൾ ഇവിടെയും നോർത്ത് പോൾ ഇവിടെ ആയിരിക്കണം. കാരണം അതുകൊണ്ടാണല്ലോ മാഗ്നറ്റിക് മൊമെന്റ് ഡയറക്ഷൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ അതിന്റെ ഫീൽഡ് ലൈൻസ് കൂടെ മാർക്ക് ചെയ്യുന്നു. ഫീൽഡ് ലൈൻസ് നിങ്ങൾക്ക് അറിയാം. ആ ഫീൽഡ് ലൈൻസ് എവിടെ എവിടേക്ക് പോകുന്നു? ഇങ്ങോട്ട് പോയി അങ്ങനെ വരുന്നു. നോർത്ത് പോൾ ഔട്ട് വേർഡ്, സൗത്ത് പോൾ ഉള്ളിലോട്ട്. ഒരു ഫീൽഡ് ലൈൻ ഞാൻ എങ്ങനെ മാർക്ക് ചെയ്തു? ഒരു ഫീൽഡ് ലൈൻ ഞാൻ എങ്ങനെ മാർക്ക് ചെയ്തു? ഒരു ഫീൽഡ് ലൈൻ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഒരു ഫീൽഡ് ലൈൻ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. വൈറ്റ് കളറിലെല്ലാം വരച്ചിരിക്കുന്നത്
സെൻട്രലിൽ ഇരിക്കുന്ന മാഗ്നറ്റിന്റെ ഫീൽഡ് ലൈൻസ് ആണ്. ഓക്കെ, നമുക്ക് ഇതിലെ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. നമ്മൾ പറയും പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് mv cos തീറ്റ. ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, mv sin തീറ്റ. നമുക്ക് ഇതിൽ ഓരോ ആളുകളായിട്ട് എടുക്കാം. Q1 നെ കുറിച്ച് പറയാം. Q1 ന്റെ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ നോക്കുക. ഇങ്ങനെയല്ലേ Q1 മാർക്ക് ചെയ്തിരിക്കുന്നത്? Q1 ന്റെ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതും ഇയാളുടെ ഫീൽഡ് ലൈൻസ് തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി? ആ പോയിന്റിൽ എത്ര ഡിഗ്രി? 90 ഡിഗ്രി. ഫോർ Q1 അതായത് ഇയാൾ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ 90 ഡിഗ്രി. സോ അങ്ങനെയാണെങ്കിൽ ടോർക്ക് ടോ ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? mb എന്നല്ലേ വരാം അല്ലേ? അതുപോലെ തന്നെ Q2 ലോട്ട് പോയാൽ Q2 നെ നോക്കുക. നിങ്ങൾ Q2 നെ നോക്കി എന്ത് സംഭവിക്കും? Q2 ന്റെ മാഗ്നറ്റിക് മൊമെന്റും ഈ സെൻട്രലിൽ ഇരിക്കുന്ന മാഗ്നറ്റ് അവിടെ ഉണ്ടാക്കിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് Q2 ലേക്ക് വരാം. ഫോർ Q2 again theta is equal to 90 degree. So torque tau is equal to mb. ഈ രണ്ട് കേസിലും പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി is equal to 0. നിങ്ങൾ പറയും അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണോ, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണോ, നോട്ട് ഇൻ ഇക്വിലിബ്രിയം ആണോ? നോ ഡൗട്ട് ടോർക്ക് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ഇല്ലാതല്ലേ മീനിങ്. പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻ ഇക്വിലിബ്രിയം എന്നല്ലേ? ഓർമ്മിച്ച് വെച്ചോളൂ, Q1 and Q2 are not in equilibrium. Q1 and Q2 are not in equilibrium. അതായത് അവിടെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ഇല്ല. ടോർക്ക് ആക്ട് ചെയ്യുന്ന കാരണം അവര് റിവോൾവ് ചെയ്യും. മനസ്സിലായോ പോയിന്റ്? യെസ്. അപ്പോൾ നമ്മൾ Q1 നെ കുറിച്ചും Q2 നെ കുറിച്ചും പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, Q3 യെ കുറിച്ച് പറയാം. Q3 യെ കുറിച്ച് പറയുമ്പോൾ ഈ സെൻട്രലിൽ ഇരിക്കുന്ന മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ വരച്ചപ്പോൾ ആ ഫീൽഡ് ലൈൻ ഈ പോയിന്റിൽ Q3 മായി ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി നോക്കൂ. ദാ ഇവിടെ എത്ര ഡിഗ്രിയാണ് Q3? അപ്പോൾ 4 Q3 തീറ്റ is equal to 0 ഡിഗ്രി. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ടോർക്ക് ടോ is equal to 0. പൊട്ടൻഷ്യൽ എനർജി P is equal to minus mb. യെസ്, മിനിമം വാല്യൂ. ഒരു കാര്യം തീരുമാനമായിട്ടുണ്ട്, അതായത് ഈ Q3 എന്ന് പറഞ്ഞ ഡൈപോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. എങ്ങനെ മനസ്സിലായി? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും, നെറ്റ് ഫോഴ്സും നെറ്റ് ടോർക്കും 0 ആയിരിക്കും. ഓക്കേ, ഇനി Q4 ലോട്ട് വരുമ്പോൾ നോക്കൂ. Q4 അയാളുടെ മാഗ്നറ്റിക് മൊമെന്റ് താഴേക്കും അതുപോലെ ഫീൽഡ് ലൈൻ ഔട്ട്വേർഡുമാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? 180 ഡിഗ്രി. അതുകൊണ്ട് Q4 അവിടെ നിൽക്കട്ടെ. നമുക്ക് Q4 നെ കുറിച്ച് കുറച്ച് കഴിഞ്ഞ് പറയാം. Q5 ലോട്ട് വരാം. അതുപോലെ Q6. നമുക്ക് ഈ Q6 എടുക്കാം. ഫോർ Q6 Q3 കഴിഞ്ഞാൽ Q6 ആണ് വരുന്നത്. തീറ്റ ഈക്വൽ ടു ഇതാ നോക്കൂ, ഈ ബാർ മാഗ്നറ്റ് ഉണ്ടാക്കിയ ഫീൽഡ് ലൈനും Q6 ന്റെ മാഗ്നറ്റിക് മൊമെന്റും ഒരേ ഡയറക്ഷൻ ആണ്. തീറ്റ is equal to 0 ഡിഗ്രി. So torque tau equal to 0, potential energy P is equal to minus mb. ഇവിടെ ഞാൻ B1 എടുക്കാം, ഇവിടെ B2 ഉണ്ട്. കാര്യം ക്ലിയർ ആയി? ദാ Q3 ഉം Q6 ഉം സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. രണ്ടുപേരും അവരുടെ മാഗ്നറ്റിക് മൊമെന്റും ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രിയാണ്. അതുകൊണ്ട് എന്ത് ഇക്വിലിബ്രിയം ആണ്? ക്ലിയർ ആണ്, സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അത് മോർ സ്റ്റേബിൾ ആരാ? നിങ്ങൾ പറയും മോർ സ്റ്റേബിൾ ആരാ? നിങ്ങൾ നോക്കൂ, ഈ ഫീൽഡാണോ ഇവിടെയുള്ള ഫീൽഡാണോ കൂടുതൽ സ്ട്രോങ്? ബാർ മാഗ്നറ്റ് ആക്സിസിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് അല്ലേ കൂടുതൽ സ്ട്രോങ്? ബാർ മാഗ്നറ്റ് ആക്സിസിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് കൂടുതൽ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ B2 അല്ലേ ഗ്രേറ്റർ? B2 ഗ്രേറ്റർ ആയാൽ എന്ത് സംഭവിക്കും? B2 ഗ്രേറ്റർ ആയാൽ നമുക്കറിയാം ഇവർ രണ്ടുപേർ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. അതിൽ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായതുകൊണ്ട് ഇവൻ മോർ സ്റ്റേബിൾ ആയിരിക്കും, കാരണം മോർ നെഗറ്റീവ് ആണ്. പോയിന്റ് ക്ലിയർ ആയോ? അപ്പോൾ Q3 and Q6 are in stable equilibrium. അതിൽ തന്നെ Q6 ആണ് മോർ സ്റ്റേബിൾ. റീസൺ Q6മായി കണക്ട് ചെയ്ത് വരുന്ന ഇയാളുടെ ഫീൽഡ് കൂടുതൽ സ്ട്രോങ് ആണ്, കാരണം ഇയാളുടെ ആക്സിയൽ പോയിന്റ് ആണ്. ക്ലിയർ? ഇനി നമുക്ക് ഇതിലോട്ട് വരാം.
5 ഉണ്ട്, അതുപോലെ Q5 ഉണ്ട്, Q4 ഉണ്ട്. Q4 ഉം Q5. 4 Q4. See theta is equal to 180 degree. അതുപോലെ തന്നെ Q5 എന്ത് തന്നെയാണ്? ഫീൽഡ് ലൈൻ ഇങ്ങനെ വരുന്നു, ഇയാളുടെ മൊമെന്റ് ഇങ്ങോട്ടാണ്. തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. രണ്ട് പേർക്ക് 180 ഡിഗ്രി ആണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം പ്ലസ് വരിക, പ്ലസ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി ഈസ് മാക്സിമം. ഇനി നിങ്ങൾ നോക്കൂ, ഇയാൾക്ക് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്, ഇയാൾക്ക് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും എന്ത് ഇക്വിലിബ്രിയമാണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. അതിൽ എന്റെ ക്വസ്റ്റ്യൻ മോർ അൺസ്റ്റേബിൾ ആരാണ്? അപ്പോൾ മോർ പോസിറ്റീവ് വാല്യൂ വരുന്നത് ആരാണോ അയാളല്ലേ മോർ അൺസ്റ്റേബിൾ. ഇപ്പൊ നിങ്ങൾ പറയൂ, ഈ 5 ആണോ, 5നെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഫീൽഡ് ആണോ, 4മായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഫീൽഡ് ആണോ കൂടുതൽ സ്ട്രോങ്? 4മായി അസോസിയേറ്റ് ചെയ്തതാണ്. എന്താണ് കാരണം? 4 ഇരിക്കുന്നത് ഈ മാഗ്നറ്റിന്റെ ആക്സിസിലല്ലേ, അവിടുത്തെ ഫീൽഡ് അല്ലേ മോർ സ്ട്രോങ്. അപ്പൊ നമുക്ക് പറയാം Q4 is equal to Q4മായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന പൊട്ടൻഷ്യൽ U4 U4 is equal to M into B4. U5 is equal to M into B5. This clear ആണ്. B4 is greater than B5. So the fourth one, this one is more unstable. Okay. അപ്പോൾ ഞാൻ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ പറഞ്ഞുതരാം. നോക്കൂ, സെൻട്രലിൽ ഇരിക്കുന്ന മാഗ്നറ്റിന്റെ ഫീൽഡുമായി കമ്പയർ ചെയ്യുമ്പോൾ Q1 and Q2 are not in equilibrium. Q3 and Q6 are in stable equilibrium, and this Q6 is more stable. Q4 and Q5 are in unstable equilibrium, and this Q4 is more unstable. Clear alle? Keep it in mind. Potential energy maximum ആയാൽ unstable, potential energy minimum ആയാൽ stable. കേട്ടോ? Another important law, Gauss's law. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് ലോ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മാഗ്നറ്റിസത്തിൽ ഗോസസ് ലോ പറയുന്നു. ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് ലോ ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം. നോക്കൂ, എന്താ, ഒരു ക്ലോസ്ഡ് സർഫസ്, ഒരു സ്ഫിയർ ആണെന്ന് വിചാരിച്ചു. ഇതിൽ ഞാൻ Q എന്ന് പറഞ്ഞ ഒരു ചാർജ് വെച്ചു. അപ്പൊ ആ ചാർജിന്റെ ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ ഡയറക്ഷനും പോകുന്നുണ്ട്, എല്ലാ ഡയറക്ഷനും ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇമാജിൻ ചെയ്ത ആ സ്ഫിയറിന്റെ മുകളിൽ ഒരു ചെറിയ എലമെന്റൽ ഏരിയ ഞാൻ ചൂസ് ചെയ്തു. എലമെന്റൽ ഏരിയ ആ ഏരിയക്ക് ഞാനൊരു നോർമൽ വരയ്ക്കും. n ക്യാപ് നോർമലിന് ഞാൻ n ക്യാപ് എന്ന് മാറും. ഇപ്പൊ ഇവിടെ നിങ്ങൾക്കറിയാം ഈ ചാർജിൽ നിന്ന് വരുന്ന ഫീൽഡ് ലൈൻസ് ഇങ്ങനെയല്ലേ കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്, r ഡിസ്റ്റൻസ് അകലെ ഇയാൾ ഉണ്ടാക്കിയ ഫീൽഡ് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് E is equal to നിങ്ങൾ 1/4πε0 into Q/r² എന്ന് പഠിച്ചിട്ടുണ്ട്. Q/r². അതായത് ഈ ചാർജ് r ഡിസ്റ്റൻസ് അകലെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് 1/4πε0 into Q/r². നമ്മൾ അവിടെ E ഡോട്ട് ds കാണും. E ഡോട്ട് ds എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ d∅ ഫ്ലക്സ് എന്ന് പറയുന്നത്. d∅ ഫ്ലക്സ്, അതായത് ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടാൽ അതിനെ പറയുന്ന ഫ്ലക്സ്. ഈ ചാപ്റ്റർ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയും, അവിടെ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈയുടെ വാല്യൂ 1/4πε0 into Q/r² into എന്താ എഴുതാം? into ds into cos 0. എന്തുകൊണ്ടാണ് cos 0? നോക്കൂ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ടാണ് cos 0. That is equal to d∅. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് കിട്ടാൻ എന്താ ചെയ്യുക? ടോട്ടൽ ഫ്ലക്സ്, അതായത് ഈ ചാർജ് വെച്ചതിന് ശേഷം മൊത്തം ഫ്ലക്സ്, ഈ ചാർജിൽ നിന്ന് പോകുന്ന ആകെയുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കണം. ആ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/4πε0 into Q/r² into ds, or flux phi is equal to 1/4πε0 ഒരു കോൺസ്റ്റന്റ് ആണ്, Q/r² ഒരു കോൺസ്റ്റന്റ് ആണ്,
ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഈ എലമെന്റൽ ആയിട്ടുള്ള എല്ലാ ഏരിയകളും ആഡ് ചെയ്ത് വന്നാൽ നെറ്റ് ഫ്ലക്സ് നെറ്റ് ഏരിയ എന്ത് വരുന്നു? 4 π r² വരുന്നു. 4 π കട്ടായി, r² കട്ടായി. സോ നെറ്റ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു q/ε0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. നമ്മൾ ഗോസസ് ലോ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഒരു ചാർജ്, ആ ചാർജിന് ചുറ്റും നമ്മൾ ഇമാജിനറി ആയ ഒരു സർഫസ് എടുത്തു. ആ സർഫസ് എന്ത് ഷേപ്പിൽ വേണമെങ്കിൽ ആവാം, ക്ലോസ്ഡ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഫോർ മാത്തമാറ്റിക്കൽ കൺവീനിയൻസ് ഞാൻ അത് സ്ഫിയർ ആയിട്ട് ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ സ്ഫിയറിലൂടെ പോകുന്ന ടോട്ടൽ ഫ്ലക്സ് ചോദിച്ചാൽ അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ചാർജ് ഡിവൈഡ് ബൈ ε0, നെറ്റ് ചാർജ് ബൈ ε0. കമാൺ, നെറ്റ് ചാർജ് ഡിവൈഡ് ബൈ ε0. അപ്പൊ ഞാൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്തായിരുന്നു? ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇന്റഗ്രൽ E dot ds is equal to phi, പറയുന്നത് phi equal to q/ε0. Here q is the net charge. Okay, this is Gauss's law in electrostatics. Surface integral of electric field over a closed surface is equal to net charge enclosed by ε0. നോക്കിയല്ലോ. ഇനി ഞാൻ വീണ്ടും ഒരു സ്ഫിയർ ഇമാജിൻ ചെയ്തു. അതിനകത്ത് ഞാൻ ഒരു പോസിറ്റീവ് ചാർജും ഒപ്പം ഒരു നെഗറ്റീവ് ചാർജും കൂടെ പ്ലേസ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ്, അതിനെ നമ്മൾ ഡൈപോൾ എന്നല്ലേ പറയാ, ഇലക്ട്രിക് ഡൈപോൾ. നെഗറ്റീവ് ചാർജ് ആൻഡ് പോസിറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. അങ്ങനെ ഇലക്ട്രിക് ഡൈപോൾ ആണെങ്കിൽ നമുക്കറിയാം ഇന്റഗ്രൽ E dot ds is equal to നമുക്ക് എന്ത് കിട്ടും? കം ഓൺ, പ്ലസ് q പ്ലസ് മൈനസ് q ബൈ ε0, ദാറ്റ് ഈസ് 0 എന്ന് വരും. എന്തുകൊണ്ടാണ് 0 വന്നത്? ഈ പോസിറ്റീവ് ചാർജിൽ നിന്നും ഫീൽഡ് ലൈൻസ് പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നെഗറ്റീവ് ചാർജിലോട്ട് ഫീൽഡ് ലൈൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് അത്രേ ഉള്ളൂ. നമ്മൾ ഇമാജിൻ ചെയ്യുന്ന സ്ഫിയറിനകത്ത്, ക്ലോസ്ഡ് സർഫസിനകത്ത്, ഇൻസ്റ്റെഡ് ഓഫ് എ പോയിന്റ് ചാർജ് ഇഫ് യു പ്ലേസ് എ ഡൈപോൾ, എത്ര ഫീൽഡ് ലൈൻസ് ആണോ പുറത്തോട്ട് പോയിട്ടുള്ളത് അത്ര ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? നെറ്റ് ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോ ഫോർ എൻ ഇലക്ട്രിക് ഡൈപോൾ ഓർമ്മിച്ചു വെച്ചോളൂ, ഇന്റഗ്രൽ E dot ds is equal to 0. എന്നോട് പറയാം, രണ്ട് ചാർജ്, ഒരെണ്ണം പോസിറ്റീവ് ആണ്, ഒരെണ്ണം നെഗറ്റീവ് ആണ്. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ചാർജ്, they are placed inside a sphere, imaginary sphere. ആ സ്ഫിയറിന് പുറത്തോട്ട് വരുന്ന E dot ds, അതായത് നമ്മൾ ഫ്ലക്സ് എന്നാണ് പറയുക, അത് എന്തായിരിക്കും? 0. റീസൺ എന്താ? പോസിറ്റീവ് ചാർജിന്റെ എത്ര ഫീൽഡ് ലൈൻസ് പുറത്തോട്ട് വന്നിട്ടുണ്ടോ അത്രയും ഫീൽഡ് ലൈൻസ് നെഗറ്റീവ് ചാർജിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് ഫ്ലക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് പോകുന്നത്? 0 ആയിട്ട് പോകും. ഓക്കെ, സോ ഇന്റഗ്രൽ E dot ds for a dipole is 0. ഇനി നമ്മൾ മാഗ്നറ്റിസത്തിലേക്ക് വരാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം കഴിഞ്ഞ് നമ്മൾ മാഗ്നറ്റിസത്തിലേക്ക് വരുന്നു. മാഗ്നറ്റിസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്തു. ഇന്റഗ്രൽ B dot ds കാണുന്നു. B dot ds it is always 0. എന്തുകൊണ്ടാണ് അത് always 0 ആയത്? കാരണം മാഗ്നറ്റിസത്തിലേക്ക് വരുമ്പോൾ ഫീൽഡ് ഉണ്ടാക്കുന്നത് ആരാ? ഡൈപോൾസ് അല്ലേ. ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ കൂടെ ആരുണ്ടായിരിക്കും? ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ. അപ്പൊ നെറ്റ് ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇന്റഗ്രൽ E dot ds is equal to q/ε0 എന്ന് പറഞ്ഞ ഇക്വേഷന് വാലിഡിറ്റി ഉണ്ട്. കാരണം റൈറ്റ് സൈഡിൽ കിടക്കുന്ന q എന്ന് പറയുമ്പോൾ നെറ്റ് ചാർജ്, സിംഗിൾ ചാർജ് ആണ് വരുന്നതെങ്കിൽ അറിയാം. അതുപോലെ ഒരേ ടൈപ്പ് ചാർജുകളാണ് വരുന്നതെങ്കിൽ ഒക്കെ നമുക്ക് ഇന്റഗ്രൽ E dot ds is equal to q/ε0 തന്നെ വരും, 0 അല്ല വരുന്നത്. പക്ഷെ മാഗ്നറ്റിസത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇന്റഗ്രൽ B dot ds ആൾവേസ് 0 ആണ്. ഇതിന്റെ മീനിങ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നോർത്ത് പോൾ ഉണ്ടോ കൂടെ സൗത്ത് പോൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു സർഫസ് ഇമാജിൻ ചെയ്തു, അതിനകത്തൊരു മാഗ്നറ്റിനെ കൊണ്ടുപോയി വെക്കുന്നു. നോർത്ത് പോൾ സൗത്ത് പോൾ, എത്ര ഫീൽഡ് ലൈൻസ് ആണോ പുറത്തോട്ട് പോയിരിക്കുന്നത് അത്ര ഫീൽഡ് ലൈൻസ് തന്നെ എവിടേക്കും വരും? ഉള്ളിലോട്ടും വരും. അപ്പൊ പുറത്തോട്ട് പോകുന്ന ഫീൽഡ് ലൈൻസിന് കറസ്പോണ്ടിങ് ആയ ഫ്ലക്സ് നിങ്ങൾ പോസിറ്റീവ് ആക്കി എടുത്താൽ ഉള്ളിലോട്ട് വരുന്നത് നിങ്ങൾ എന്താക്കി എടുക്കണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഇങ്ങനെ പോയാൽ തിരിച്ചു വരും, ഇങ്ങനെ പോയാൽ തിരിച്ചു വരും. അപ്പൊ അതിന്റെ മീനിങ് എന്ന്
ചുറ്റും ഒരു സർഫസ് ഇമാജിൻ ചെയ്താൽ always നെറ്റ് ഫ്ലക്സ് എന്തായിരിക്കും 0 ആയിരിക്കും. സോ ഇന്റഗ്രൽ b dot ds is 0. This is called Gauss's law in magnetism. Okay, ഇതിലൊരു കാര്യം കൂടി നിങ്ങൾ അറിയണം. Gauss's law in magnetism ഇതിന്റെ കോൺസിക്വൻസ് ആണ് ശരിക്കും എന്ത്? മാഗ്നറ്റിക് മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ശരിയല്ലേ? കാരണം നോർത്ത് പോൾ അല്ലെങ്കിൽ കൂടാതെ രണ്ട് സൗത്ത് പോൾ ഉണ്ട്. ഒരു മാഗ്നറ്റിനെ മുറിച്ചാൽ രണ്ട് ഇൻഡിപെൻഡന്റ് മാഗ്നറ്റുകളായിട്ട് മാറും. അല്ലാതെ സൗത്ത് പോളും നോർത്ത് പോളും വേറെ വേറെ മാറാറില്ല. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പോൾ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല, നോർത്ത് പോൾ ഒറ്റയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരുമായിരിക്കണം? ഇന്റഗ്രൽ b dot ds is equal to ഇന്റഗ്രൽ b dot ds is equal to ചാർജ് വരെ p divided by mu 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഒക്കെ ചിലപ്പോൾ ഭാവിയിൽ വരാം. പക്ഷെ നമ്മൾ ഇതുവരെ പഠിച്ച കൺസെപ്റ്റ് അനുസരിച്ച് നോർത്ത് പോൾ ഉണ്ടോ, കൂടെ സൗത്ത് പോൾ ഉണ്ടോ. സോ വാട്ട് ഈസ് ദി കോൺസിക്വൻസ് ഓഫ് Gauss's law in magnetism? Magnetic monopoles does not exist. Okay, ഇപ്പൊ എക്സാം ആയിട്ട് നിങ്ങൾ ചോദിക്കുന്നത് വാട്ട് ഈസ് Gauss's law in magnetism? Magnetic monopoles does not exist. Okay, yes, Gauss's law യുമായി ബേസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ച എല്ലാ കൺസെപ്റ്റുകളും കൂടെ ചേർന്ന് കുറച്ച് വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് എൻസിആർടി ബുക്കിൽ കുറച്ച് ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വൺ ബൈ വൺ നോക്കാം. Many of the diagrams given in figure 5.7 in NCERT book show magnetic field lines, thick lines in the figure. Wrongly. Point out what is the wrong with them. Some of them may describe electrostatic field lines correctly. Point out which ones. That is figure number 1. നോക്കൂ, ഒരു വയർ അതിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. കറണ്ടിന്റെ ഡയറക്ഷൻ I എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ആരെയാണ്? ഫീൽഡ് ലൈൻസ് ആണ്. ഇതാ ഇങ്ങനെയെല്ലാം ഫീൽഡ് ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. This is a current carrying wire. അതിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരുമോ? ഇപ്പോഴേ നമ്മൾ പറഞ്ഞല്ലോ, അക്കോർഡിംഗ് ടു Gauss's law in magnetism, magnetic monopoles does not exist. അപ്പോൾ ഒരു കാരണവശാലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ചെയ്യില്ല. നോക്കൂ, ഫീൽഡ് ലൈൻസ് ഉണ്ടാവാൻ ഒരു വയറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ വയറിലൂടെ നമ്മൾ കറണ്ട് കടത്തിവിട്ടാൽ അതിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻ സർക്കിൾസ് ആയിട്ടല്ലേ വരിക. അല്ലാതെ ഒരു കാരണവശാലും ഒരു പോയിന്റിൽ നിന്നും ഫീൽഡ് ലൈൻസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് വല്ല ബന്ധവും ഉണ്ടോ? ഉണ്ടാകാം. കാരണം സപ്പോസ് കറണ്ട് ഇങ്ങനെ പോകുന്നു, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അയാളുടെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരാം. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ലൈൻ ചാർജസ് പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. ഒരു ലൈൻ, അതിന് മുകളിൽ നിറയെ ചാർജുകൾ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സംടൈംസ് ഇങ്ങനെ വരാം. ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരില്ല. നിങ്ങൾ എന്റെ എക്സ്പ്ലനേഷൻ പാർട്ട് നോക്കൂ. ദിസ് ഫിഗർ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് റോങ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് can never emanate from a point. The important point. ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യില്ല. As on figure, over any closed surface, the net flux B must be always zero. Net flux must always be zero. This is called Gauss's law in magnetism. അതായത് ഇവിടുന്ന് ഫീൽഡ് ലൈൻസ് പോയിട്ടുണ്ടെങ്കിൽ ഫീൽഡ് ലൈൻ അവിടേക്ക് തന്നെ തിരിച്ചു വരണം. ഏത് കേസിൽ? മാഗ്നറ്റിസത്തിൽ. കാരണം നോർത്ത് പോൾ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് തന്നെ ആരുമുണ്ട്? ഒരു സൗത്ത് പോൾ ഉണ്ട്. Pictorially, as many field lines should seem to enter the surface as the number of lines leaving it. Okay, പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉള്ളിലോട്ട് വരണം. The field lines should in fact represent electric field of a long positively charged wire. അങ്ങനെ ആവാം. അതായത് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The correct magnetic field lines are circling the straight conductor. അത് നിങ്ങൾക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഒരിക്കലും പോസിബിൾ അല്ല. ഇത് ആരുടെ ആയിരിക്കാം? ഒരു ലൈൻ ചാർജ്, അതിലൊരു പർട്ടിക്കുലർ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കിയ ഫീൽഡ് ലൈൻസ് ആയിരിക്കാം അത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒറിജിനേറ്റ് ചെയ്യില്ല.
ഓർമ്മിക്കുക, ഒരു വയറിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഫീൽഡ് ലൈൻസ് സർക്കിൾസ് ആയിട്ടാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ NCERT ബുക്ക് വായിക്കണം കേട്ടോ. ഓക്കെ, സെക്കൻഡ് ഫിഗറിലോട്ട് പോകാം. നോക്കൂ, ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണെന്ന് വിചാരിച്ചോളൂ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. എംപ്റ്റി സ്പേസ് ആണ് കേട്ടോ, എംപ്റ്റി സ്പേസ്. എംപ്റ്റി സ്പേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അങ്ങനെ പോസിബിൾ ആണോ? ഒരിക്കലും അല്ല. കാരണം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യരുത്? ഇന്റർസെക്ട് ചെയ്യരുത്. കാരണം ഇന്റർസെക്ട് ചെയ്താൽ ആ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് രണ്ട് ഡയറക്ഷൻ വരാം. അപ്പോ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മാഗ്നറ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ നെവർ ഇന്റർസെക്ട്. അപ്പോ ഈ എംപ്റ്റി സ്പേസിൽ ഒരിക്കലും ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യരുത്. കാരണം നെറ്റ് ഫീൽഡിന് ഒരു സിംഗിൾ ഡയറക്ഷനേ വരാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? അപ്പോ ആദ്യത്തെ പോയിന്റ് ഏതാണ്? റോങ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ലൈക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ലൈൻസ് can never cross each other because otherwise the direction of field at any point intersection is ambiguous. അതായത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ ഒന്നിലധികം ഡയറക്ഷൻ വരും. അതുകൊണ്ട് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഒപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ഇന്റർസെക്ട് ചെയ്യരുത്. അപ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും അല്ല, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും അല്ല. ഓക്കെ, then അതിലൊരു കാര്യമുണ്ട്. നിങ്ങൾ നോക്കുക, അതിനകത്ത് ഒരു കാര്യം കൂടെ അഡീഷണൽ ആയിട്ട് കാണാം. എംപ്റ്റി സ്പേസിൽ ക്ലോസ്ഡ് ലൂപ്സ് കാണാം. ക്ലോസ്ഡ് ലൂപ്സ്. ഇലക്ട്രിക് ഫീൽഡിന്റെ കാര്യം പറയാം. ആദ്യമേ പറയാം, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യാറില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്സ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഈ കാണുന്ന ക്ലോസ്ഡ് ലൂപ്സ് ഒരിക്കലും ആരെ റെപ്രസെന്റ് ചെയ്യുന്നില്ല? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനോട് വരാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരണമെങ്കിൽ എംപ്റ്റി സ്പേസ് ആണ്, ആരും ഇല്ല അവിടെ. എംപ്റ്റി സ്പേസിൽ ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യാൻ കഴിയില്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ അവിടെ സംതിങ് ആവശ്യമുണ്ട്, ലൈക്ക് കറണ്ട് വേണം. നമുക്കറിയാം, കറണ്ട് കാര്യം വയറിന് ചുറ്റും ക്ലോസ്ഡ് ലൂപ്സ് വരാം. പക്ഷെ ഇവിടെ പറഞ്ഞ എംപ്റ്റി സ്പേസ് എന്നല്ലേ, എംപ്റ്റി സ്പേസിൽ ഒരിക്കലും എന്ത് പോസിബിൾ അല്ല? ക്ലോസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോസിബിൾ അല്ല. നോക്കൂ സ്റ്റേറ്റ്മെന്റ്, a closed loop of static magnetic field lines must enclose a region across which a current is passing. Across which a current is passing. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് വരുമ്പോൾ ഫീൽഡ് ലൈൻസ് can never form closed loops. അപ്പോൾ ഈ ഫീൽഡ് ലൈൻസ് ഒന്നും പോസിബിൾ അല്ല. ഈ സ്ട്രൈറ്റ് ലൈൻസ് പോസിബിൾ അല്ലാത്തതിന്റെ കാരണം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് never intersect. ഇലക്ട്രിക് ഫീൽഡ് ലൈനും അല്ല, മാഗ്നറ്റിക് ഫീൽഡ് ലൈനും അല്ല. പിന്നെ അഡീഷണൽ ആയിട്ട് രണ്ട് ലൂപ്പുകൾ കാണാനുണ്ട്. ലൂപ്പുകൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. ബിക്കോസ് ദേ കാൻറ്റ് ഫോം ക്ലോസ് ലൂപ്സ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും അല്ല, കാരണം എംപ്റ്റി സ്പേസിൽ ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനും ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യാൻ കഴിയില്ല. ഓക്കെ, യെസ്, നമ്മുടെ തേർഡ് ഫിഗറിലോട്ട് വരാം. നോക്കൂ, ഇതൊരു ടോറോയിഡാണ്, കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു ടോറോയിഡ്. ഇവിടെ നമ്മൾ കറണ്ട് കടത്തി കൊടുക്കണം, ടോറോയിഡ് ആയി കറണ്ട് പോകും എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള ഫീൽഡ് ലൈൻസ് ആണ് ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത്. സർക്കിൾസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഫീൽഡ് ലൈൻസ് ആയിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോറോയിഡ് ആണെങ്കിൽ ഇതിനകത്ത് ബി ഈസ് ഈക്വൽ ടു, ബിയുടെ വാല്യൂ നിങ്ങളൊന്ന് പറയൂ. ടോറോയിഡിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ബി ഈസ് ഈക്വൽ ടു, കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, μ0 ഈ റീജിയനിലെല്ലാം μ0 ഉണ്ട്. ഈ ഭാഗത്തെ ഫീൽഡ് ഔട്ട്സൈഡ് ഫീൽഡ് അപ്രോക്സിമേറ്റ്ലി 0, അതുപോലെ ഇതിനകത്തുള്ള ഫീൽഡും അപ്രോക്സിമേറ്റ്ലി 0. അതായത് ഈ റീജിയനിൽ മാത്രം, അതായത് കോയിലിന് അകത്താണ് ആര് വരുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇത് പോസിബിൾ ആണോ? യെസ്, യുവർ ആൻസർ ഈസ് റൈറ്റ്. Magnetic field lines are completely confined within a toroid. Nothing wrong here in field lines forming closed loops. ഇവിടെ ടോറോയിഡിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യാൻ കഴിയും. Since each loop encloses a region across which a current passes. Not for clarity of figure, only few field lines within the toroid have been shown. നമ്മൾ ഈ വരച്ച ഫിഗറിനകത്ത് കുറച്ച് സർട്ടൻ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസേ വരച്ചിട്ടുള്ളൂ. ശരിക്കും അങ്ങനെയല്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഉണ്ട് ടോറോയിഡിനകത്ത്. ടോറോയിഡിലൂടെ കറണ്ട് കടത്തി വിട്ടാൽ നമുക്ക് അതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീൽഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. സോ ദിസ് ഫിഗർ, ഇറ്റ് ഈസ് ദാറ്റ് കൺസെപ്റ്റ് ഈസ് റൈറ്റ്. ഓക്കേ, ഫിഗർ നമ്പർ 4 വരും. NCERT ഫിഗർ നമ്പർ 4 നോക്കൂ. ഇതിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ആരാണ്?
ദിസ് ഈസ് എ സോളിനോയിഡ്, മേ ബി എ സോളിനോയിഡ്. ഇത് സോളിനോയിഡ് ആണ്. സോളിനോയിഡിനകത്തുള്ള ഫീൽഡ് ലൈൻസ് ആണ് ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ ഓൾറെഡി മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഇന്നർ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ്, ഈ പോയിന്റിലെ ഈ റീജിയനിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ചോദിച്ചാൽ എന്തായിരിക്കും വാല്യൂ? ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് അറിയാം വാല്യൂ എന്ന് പറയും. ഇറ്റ് ഈസ് μ0 Ni. ഓക്കെ. അതുപോലെ തന്നെ കോയിൽ പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആയിട്ടാണ് ഒരു ഫീൽഡ് ലൈൻ. ഇറ്റ്സ് ഓക്കെ, അത് കറക്റ്റ് ആണ്. പക്ഷേ ഈ എൻഡിലോട്ട് വരുമ്പോൾ μ0 Ni/2 എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതായത് ഫീൽഡ് ലൈൻസ് ഇവിടെയുള്ള സ്പേസിങ്ങും ഒരിക്കലും എന്താവാൻ പറ്റില്ല, ഈക്വൽ ആവാൻ പറ്റില്ല. ഈ സ്പേസിങ്ങും ഈക്വൽ ആയിരുന്നെങ്കിൽ അവിടുത്തെ ഫീൽഡ് നമുക്ക് എന്ത് തന്നെ വരണമായിരുന്നു? μ0 Ni തന്നെ വരണമായിരുന്നു. അപ്പൊ ഫീൽഡ് ലൈൻസ് ഒരിക്കലും well inside the regions magnetic field lines may be parallel straight lines. പക്ഷേ എൻഡിലോട്ട് വരുമ്പോ നിങ്ങൾക്ക് അറിയാം അവർ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യണ്ടേ. അതായത് നമ്മൾ ഇങ്ങനെ കാണിക്കാറുണ്ട്. ഇനി ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ പോകണം അല്ലേ? എങ്ങനെയല്ലേ പോകേണ്ടത്? ഇവര് കറങ്ങി ഇങ്ങനെ തിരിച്ചു വരികയും വേണം. അപ്പോ ഈ വരച്ച ഫിഗർ റോങ് ആണ്. കാരണം ഫീൽഡ് ലൈൻസ് ത്രൂ ഔട്ട് എന്തായാലും നിൽക്കാൻ കഴിയില്ല. സോളിനോയിഡിനകത്ത് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കില്ല. വെൽ ഇൻസൈഡ് റീജിയൻസിൽ മാത്രമേ ഫീൽഡ് ലൈൻ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരൂ. എൻഡിലോട്ട് വരുന്നോറും എന്ത് സംഭവിക്കും? ഫീൽഡ് സ്ട്രെങ്ത് ചേഞ്ച് ആവും. നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഈ റീജിയനിലൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് അപ്രോക്സിമേറ്റ്ലി 0 എന്നല്ലേ പഠിച്ചിരിക്കുന്നത്? ഈ റീജിയനിലല്ലേ നിങ്ങൾ B μ0 Ni പഠിക്കുന്നത്. അപ്പോൾ ഫീൽഡ് വെൽ ഇൻസൈഡ് റീജിയനിൽ മാത്രമാണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. സോ ദാറ്റ് ഫിഗർ ഈസ് റോങ്. Explanation നോക്കൂ. Field lines or due to solenoid at its end and outside cannot be so completely straight. Such a thing violates Ampere's law. The lines should curve out of both ends and meet eventually to form closed loops. അതായത് കറങ്ങി വന്ന് ഇവർ എന്ത് ഫോം ചെയ്യണം? ക്ലോസ്ഡ് ലൂപ്പുകൾ ഫോം ചെയ്യണം. അപ്പോ ദ ഫിഗർ ഈസ് റോങ്. യെസ്, ഇത് പോസിബിൾ ആണോ? പോസിബിൾ ആവാം അല്ലേ? കാരണം നമ്മൾ നോക്കൂ, ഇതൊരു ബാർ മാഗ്നറ്റ് ആണെന്നും അതുപോലെ തന്നെ ഇത് അവന്റെ നോർത്ത് പോൾ ആണെന്നും ഇത് അവന്റെ സൗത്ത് പോൾ ആണെന്നും വിചാരിച്ചാൽ ഫീൽഡ് ലൈൻസ് കണ്ടോ നിങ്ങൾ? ഫീൽഡ് ലൈൻസ് inside the magnet, field lines are from south to north pole. Okay, outside of the north to south. ഇങ്ങനെ പോകുന്ന ഫീൽഡ് ലൈൻ ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട് കണ്ടോ? അപ്പൊ അങ്ങനെ ഇത് കറക്റ്റ് ആണ്. അതായത് ബാർ മാഗ്നറ്റ് ആണെങ്കിൽ ഇതുപോലെ ഫീൽഡ് ലൈൻസ് വരാം. ബാർ മാഗ്നറ്റിന് മാത്രമല്ല, നമുക്ക് സോളിനോയിഡ് ആണെങ്കിലും ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരാം. ഇൻസൈഡ് ദ മാഗ്നറ്റ് ഫീൽഡ് ലൈൻസ് ആർ ഫ്രം സൗത്ത് ടു നോർത്ത്. outside the magnet the field lines are from north to south. Okay, so this is possible കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുവരണം, എന്നാലേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് സിമ്പിൾ ആണ്. കാരണം അതായത് ഇതിപ്പോൾ ബാർ മാഗ്നറ്റിന്റെ കേസിൽ ഫീൽഡ് ലൈൻ സൗത്ത് ടു നോർത്ത്, ഇൻസൈഡ് ഔട്ട്സൈഡ് നോർത്ത് ടു സൗത്ത്. ഓക്കെ, എക്സാമ്പിൾ 5.6 ക്വസ്റ്റ്യൻ നമ്പർ എഫ് നോക്കൂ. ഇതാണ് ഫീൽഡ് ലൈൻസ്. ഒന്ന് ഫിഗറിലോട്ട് നോക്കൂ നിങ്ങൾ. ഇതാ ഇവിടെ നിന്ന് ഫീൽഡ് ലൈൻ ഔട്ട്വേർഡ് ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഔട്ടിലോട്ട് പോകണം, പുറത്തോട്ട്, ഔട്ട്. അതുപോലെ തന്നെ ഇവിടെയും ആരോ മാർക്ക് ഔട്ടാണ്, കണ്ടോ, ഔട്ട്. ഗോസസ് ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താ പറഞ്ഞത്? ഫീൽഡ് ലൈൻസ് പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഫീൽഡ് ലൈൻസ് ഉള്ളിലോട്ട് തിരിച്ചു വരികയും വേണം. കാരണം ഒരു നോർത്ത് പോൾ ഉണ്ടെങ്കിൽ അവിടെ ആരും ഉണ്ടായിരിക്കണം, സൗത്ത് പോളും ഉണ്ടായിരിക്കണം. ഈ ഫിഗർ പ്രകാരം കാണിച്ചിരിക്കുന്നത് ഫീൽഡ് ലൈൻസ് എല്ലാം സ്റ്റാർട്ട് ആയിരിക്കുന്നത് എവിടുന്ന? ഈ ഫിഗറിൽ ഈ പ്ലേറ്റിൽ നിന്നല്ലേ? സേ ദിസ് ഈസ് എ പ്ലേറ്റ്. ഒരിക്കലും പോസിബിൾ അല്ല. ആരാണെങ്കിൽ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണെങ്കിൽ. ഇങ്ങനെ പോസിബിൾ ആണ്, പോയി തിരിച്ചു വരണമായിരുന്നു, വന്നിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സോളിഡ് ലൈൻസ് ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ല. നോക്കൂ, ഫീൽഡ് ലൈൻസ് cannot possibly represent magnetic field. Look at the upper region. All field lines seem to emanate out of the shaded plate. ഒരു പ്ലേറ്റിൽ നിന്നാണ് എല്ലാ ഫീൽഡ് ലൈൻസും പുറത്തോട്ട് വരുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് പോസിബിൾ അല്ല. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ മേ ബി പോസിബിൾ ആവാം. നോക്കൂ, നിങ്ങളിതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആണെന്നും ഇതൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിബിൾ ആണ്. പോസിറ്റീവ് ചാർജ് ഫീൽഡ് ലൈൻസ് പുറത്തോട്ട് പോകണു, ഇതാ പുറത്തോട്ട് പോകുന്നു.
ഇതാ ഇവിടെയും പുറത്തോട്ട് പോണു ആണല്ലോ. ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആയതുകൊണ്ട് ഫീൽഡ് ലൈൻസ് അതാ അയാൾ അടുത്തേക്ക് വരുന്നു, ഇതാ വരുന്നു, ഇതാ വരുന്നു, ഇതാ വരുന്നു, ഇതാ വരുന്നു, അതുപോലെ ഇതാ വരുന്നു, ഇങ്ങനെയും വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റും ഇതൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റും ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇത് പോസിബിൾ ആയിരിക്കാം. പക്ഷെ മാഗ്നറ്റിസത്തിൽ ഒരിക്കലും പോസിബിൾ അല്ല. കാരണം ഐസൊലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജുകളോ ഐസൊലേറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജുകളെയോ പോലെ മാഗ്നറ്റിസത്തിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള നോർത്ത് പോൾ പോസിബിൾ അല്ല. അതുപോലെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സൗത്ത് പോളും പോസിബിൾ അല്ല. ഇവിടെ ഒരു നോർത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആരും വേണം, സൗത്തും വേണം. അതുകൊണ്ട് ഈ ഫിഗർ പോസിബിൾ അല്ല. ക്ലിയർ ആണല്ലോ? ദെൻ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. നോക്കൂ, ഈ ഫിഗറിൽ ഇതൊരു മാഗ്നറ്റ് ആണ്. കാരണം ഇവിടെ നോർത്തും സൗത്തും കാണിച്ചിട്ടുണ്ട്. ദാ ഫീൽഡ് ലൈൻസ് മാർക്ക് ചെയ്തിരിക്കുന്നു, ആരോ മാർക്കറ്റ് കാണിച്ചിരിക്കുന്നുണ്ടോ? ദാ ഫീൽഡ് ലൈൻസ് കാണിച്ചിരിക്കുന്നു. ഇത് പോസിബിൾ ആണോ? ഒരിക്കലും അല്ല. കാരണം ഫീൽഡ് ലൈൻസ് ഇങ്ങനെ മാത്രമല്ല, ഇങ്ങനെയൊക്കെ വരാം. അതായത് ഇങ്ങനെ പോയി ഇങ്ങനെ വരാം, ഇങ്ങനെ പോയി ഇങ്ങനെ വരാം. ഫ്രിഞ്ചിങ് എഫക്റ്റ് എന്നാ പറയുക. ഈ എൻഡിലൊന്നും നമുക്കിപ്പോൾ ഈ വരച്ചത് അവർ വരച്ചത് പ്രകാരം ഇത് യൂണിഫോം ഫീൽഡാണ്. ഒരിക്കലും അങ്ങനെ ഒരു യൂണിഫോം ഫീൽഡ് ബാർ മാഗ്നറ്റുകളെ എൻഡുകൾ വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. നോക്കൂ, magnetic field lines between two pole pieces cannot be precisely straight lines. Some fringing of lines is inevitable. ഇലക്ട്രോസ്റ്റാറ്റിക്സിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാം, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും വെച്ചു. നമുക്ക് ഫീൽഡ് ലൈൻസ് ഇതിങ്ങനെ വരും, ഓക്കെ, ഇതിങ്ങനെ വരും, ഓക്കെ, ഇതിങ്ങനെ വരും, ഓക്കെ. എല്ലാം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണോ വരിക? അല്ല. എങ്ങനെയാ വരിക? ഫ്രിഞ്ചിങ് എഫക്റ്റ് ഉണ്ടാവും. ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആക്കി എടുത്താൽ ഇതിങ്ങനെ വരും, ഇതിങ്ങനെ വരും, ഇതിങ്ങനെ വരും. നമുക്കിതെല്ലാം പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഹിയർ ഇവിടെ വരച്ചിരിക്കുന്നത് പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിലോട്ട് പോയി. സോറി, ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിസത്തിൻ്റെ എൻഡ്, ഫസ്റ്റ് പാർട്ട് ഓൾമോസ്റ്റ് എൻഡ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ഓരോരോ അറേഞ്ച്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചാണ്. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോളിനുള്ള സോ മെനി എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടു. നിങ്ങളൊന്ന് പറയൂ, മാഗ്നറ്റിക് ഡൈപോൾസിനുള്ള എക്സാമ്പിൾ. മാഗ്നറ്റിക് ഡൈപോൾസിനുള്ള എക്സാമ്പിൾ ആരൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്തായിരുന്നു? കറണ്ട് ലൂപ്പ്. കറണ്ട് ലൂപ്പ് ഈസ് എ മാഗ്നറ്റിക് ഡൈപോൾ. കറണ്ട് ലൂപ്പ് ആണല്ലോ. കറണ്ട് ലൂപ്പ് ഈസ് എ മാഗ്നറ്റിക് ഡൈപോൾ. കഴിഞ്ഞ ചാപ്റ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ക്യാരിങ് ലൂപ്പ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡക്ടർ കോയിൽ. ഇൻഡക്ടർ, എ കോയിൽ ഹാവിങ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേൺസ് ഈസ് കാൾഡ് ഇൻഡക്ടർ കോയിൽ. അതുപോലെ തന്നെ സോളിനോയിഡ്. സോളിനോയിഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ബാർ മാഗ്നറ്റ് നിങ്ങൾ പഠിച്ചു. ഇവരുടെ ഫീൽഡുകളെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് നല്ല കൺസെപ്റ്റൽ ക്ലാരിറ്റി വേണം കേട്ടോ. പിന്നെ ഓരോരുത്തരും ഈ ഫീൽഡിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ടോറോയിഡ് ആണെങ്കിൽ ഫീൽഡ് എങ്ങനെ? ഇതാണ് ടോറോയിഡ് എങ്കിൽ എവിടെയാണ് ഫീൽഡ് ഉള്ളത്? ഇതിനകത്താണ് ഫീൽഡ് ഉള്ളത്. ഈ ഭാഗത്തെ ഫീൽഡും അതുപോലെ ഈ ഭാഗത്തെ ഫീൽഡും അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും കേട്ടോ. അപ്പോൾ ബാർ മാഗ്നറ്റ്, സോളിനോയിഡ്, ടോറോയിഡ്, കറണ്ട് ക്യാരിങ് ലൂപ്പ്, സിംഗിൾ ടേൺ, പിന്നെ ആറ്റംസ് വിത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺ. ഇവിടെയൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും എന്ന് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസുമായിട്ട് വീണ്ടും കാണാം. ബൈ.